സുബ്രഹ്മണ്യ ജനനത്തെക്കുറിച്ചുള്ള കഥ കേൾക്കാം. ശിവരഥസ് അഗ്നിദേവൻ ലോകരക്ഷാർത്ഥം പാനം ചെയ്തു. പക്ഷേ അധികനാൾ ശിവതേജസ് താങ്ങാനുള്ള ശക്തി അഗ്നിദേവന് ഉണ്ടായില്ല. അനുദിനം അഗ്നിയുടെ തേജസ് മങ്ങിപ്പോകാൻ തുടങ്ങി. അഗ്നിദേവൻ വിഷമത്തിലായി. ദേവകളെ പ്രപഞ്ചരക്ഷാർത്ഥം ഞാൻ പാനം ചെയ്ത ശിവവീര്യം ഇന്നെന്റെ ശക്തിയെ തന്നെ കെടുത്തുകയാണ്. ഈ നില തുടരുകയാണെങ്കിൽ തേജസ് നഷ്ടപ്പെട്ട് ഞാൻ തീർത്തും ചൈതന്യമില്ലാത്തവനായിത്തീരും. എന്റെ രക്ഷയ്ക്കുള്ള ഉപായം പറഞ്ഞുതരൂ, അഗ്നിദേവൻ അപേക്ഷിച്ചു. എന്നാൽ അഗ്നിദേവനെ രക്ഷിക്കുന്നതിന് ഒരു ഉപായം കണ്ടെത്താൻ ദേവകൾക്കായില്ല. അവർ തങ്ങളുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുക തന്നെ ചെയ്തു. ഭഗവാൻ ഇക്കാര്യത്തിൽ ഒരു ഉപദേശം നൽകാൻ ഞങ്ങൾക്കാർക്കും സാധിക്കുന്നതല്ല. ഭഗവാൻ ബ്രഹ്മദേവനെ അഭയം പ്രാപിക്കുക. ദുഃഖിതനും വിവശനുമായിത്തീർന്ന അഗ്നിദേവൻ ബ്രഹ്മലോകത്തേക്ക് യാത്രയായി. യാത്രാമധ്യേ അഗ്നിദേവൻ ഗംഗാദേവിയെ കണ്ടു. ദേവൻ ഗംഗാദേവിയോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ദേവി, ഞാൻ ശിവരേതസ് വഹിക്കുന്നു. പക്ഷേ അനുദിനം വീര്യം ഏറുന്ന ആ ശിവതേജസ് വഹിക്കുവാൻ ഞാൻ അപ്രാപ്തനാണ്. എനിക്കിത് ഉപേക്ഷിക്കാനും സാധ്യമല്ല. ദേവിയുടെ മനോഗതി സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് അഗ്നിദേവൻ തുടർന്നു: ദേവി, ഞാൻ ഈ ശിവതേജസ് ഭൂമിയിലിട്ടുപോകാം. ഭൂമി ചാരമായിത്തീരും. ഭഗവതി ഈ വീര്യം ഏറ്റുവാങ്ങുക. അവിടുന്ന് നെടുന്നാളായി ആഗ്രഹിക്കുന്ന പുത്രലാഭമുണ്ടാകും. പുത്രലാഭമെന്ന പദം ഗംഗാദേവിയെ ആകർഷിച്ചു. അവർ സസന്തോഷം ശിവതേജസ് സ്വീകരിച്ചു. പക്ഷേ ശിവതേജസ് വഹിക്കുക അത്ര എളുപ്പമായ കാര്യമല്ലെന്ന് ഗംഗാനദിക്ക് അധികം താമസിയാതെ മനസ്സിലായി. ശിവവീര്യം ഒരു ഭാരമായി ഗംഗയ്ക്കു മാറി. ഗംഗാദേവി അസ്വസ്ഥതയായി ബ്രഹ്മദേവന്റെ അടുത്തെത്തി. ദിവ്യഗർഭത്തിന്റെ ലക്ഷണം മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ ആശ്ചര്യപ്പെട്ടുപോയി. അദ്ദേഹം ദേവിയോട് അന്വേഷിച്ചു: ദേവി, നിനക്ക് ആരിൽ നിന്നുമാണ് ഈ ഗർഭമുണ്ടായത്? ദേവി എല്ലാ വിവരങ്ങളും ബ്രഹ്മദേവനെ അറിയിച്ചു. ഗംഗാദേവിനി അത്യന്തം കൊല്ലങ്ങളായി ഈ ശിവതേജസ് വഹിക്കുന്നു. ഇനിയും നിനക്കിത് വഹിക്കാൻ കഴിയുകയില്ല. അതിന് ശ്രമിക്കുന്ന പക്ഷം നിന്നിലെ ജലം മുഴുവൻ വറ്റിപ്പോകുന്നതായിരിക്കും. ഗംഗ ഭയന്നുപോയി. പ്രഭോ, അവിടുന്ന് എന്നെ ആപത്തിൽ നിന്നും രക്ഷിച്ചാലും അവർ അഭ്യർത്ഥിച്ചു. ബ്രഹ്മദേവൻ ആലോചനയിൽ മുഴുകി. അല്പനേരത്തെ ചിന്തയ്ക്കുശേഷം അദ്ദേഹം ഗംഗയെ ഉപദേശിച്ചു: ദേവിനി ഉദയപർവ്വതത്തിലേക്ക് പോവുക. അവിടെ 100 കോടി വിസ്താരമുള്ളതും ഞാങ്ങണപ്പുല്ല് വളർന്നു നിൽക്കുന്നതുമായ ഒരു വനം കാണാം. അവിടെ നീ ഈ ഗർഭത്തെ നിക്ഷേപിക്കുക. 10,000 കൊല്ലം കഴിയുമ്പോൾ അതിൽ ഒരു ആൺകുട്ടിയുണ്ടാകും. അതനുസരിച്ച് ഗംഗാദേവി ഉദയഗിരിയിൽ ചെന്ന് ഗർഭത്തെ അവിടെ നിക്ഷേപിച്ചു. ശിവതേജസ്സിനാൽ ആ കാട്ടിലെ സകല വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും സുവർണമായി മാറി. സവിശേഷമായ ഒരു ചൈതന്യം വനത്തിലുടനീളം കളിയാടി. 10,000 വർഷം കഴിഞ്ഞപ്പോൾ ഉദയസൂര്യന്റെ തേജസ്സുള്ള ഒരു ആൺകുട്ടി ശരവണവനത്തിൽ ജനിച്ചു. ജനിച്ച മാത്രയിൽ തന്നെ കരഞ്ഞ ശിശുവിന്റെ നാദം കേട്ട് മേഘഗർജനങ്ങൾ പോലും നാണിച്ചുപോയി. ഈ സമയം ശരവണവനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 6 ദിവ്യകൃത്തികമാർ ആ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് പോയി. കൊടുംവനത്തിൽ കൈകാലുകളിട്ടിളകുന്ന ഒരു ഓമന പെയ്തൽ. കൃത്തികമാർ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോടണച്ച് സുബ്രഹ്മണ്യൻ എന്ന് വിളിച്ചു. ശിശുവാകട്ടെ ഈ സമയം മുലകുടിപ്പാനുള്ള ആഗ്രഹത്താൽ കൃത്തികമാരെ മാറി മാറി നോക്കുവാൻ തുടങ്ങി. തൽക്ഷണം അവന് 6 മുഖങ്ങൾ ഉത്ഭവിച്ചു. കൃത്തികമാർ കുഞ്ഞിനെ എടുത്ത് മുല കൊടുത്തു. ആ 6 അമ്മമാരുടെയും മുലകുടിച്ചു വളർന്ന ശിശുവിന് പിന്നെ കാർത്തികേയൻ എന്ന പേരും ലഭിച്ചു.